ഇപ്പോഴേ ഇവിടെ ഞങ്ങളുടെ ഓപ്പടിയിൽ ഒരു പെങ്കൊച്ച് വന്നു കേട്ടോ. ഈ നാട്ടുകാരിയാണ്. അതിന് ഓടി വന്നു, എനിക്കിപ്പോൾ തന്നെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ഓക്കെ ഓക്കെ. പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് ഇതുപോലെ പീരീഡ്സാണ്, ഭയങ്കര വേദനയാണ്, എനിക്ക് സിക്ക് ലീവ് വേണം. ഡയറക്റ്റ് ആദ്യമേ അങ്ങ് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടർ അന്നേരമേ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, സിക്ക് ലീവ് തരാൻ പറ്റത്തില്ല, വേദനയ്ക്കുള്ള മരുന്ന് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ 22 വയസ്സേ ഉള്ളൂ ആ കൊച്ചിന് കേട്ടോ. അതിനെ കണ്ടാലേ അറിയാം അതിന് വേദനയൊന്നുമില്ല എന്ന് കണ്ടാൽ അറിയാം. അപ്പോൾ അതായത് ഇവിടെ ഈ അടുത്ത കാലം വരെ ഇവർക്ക് സിക്ക് ലീവ് കൊടുക്കുമായിരുന്നു. പീരീഡ്സ് തീരുന്ന വരെ ഇതുങ്ങളിങ്ങനെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും, ഇന്ന് സിക്ക് ലീവ് വേണം എന്ന് നമ്മളിങ്ങനെ, നമുക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിലും നമ്മൾ ഡോക്ടേഴ്സ് ഇങ്ങനെ സിക്ക് ലീവ് കൊടുത്തുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ള നാട്ടിലെല്ലാം പിള്ളേരും പെൺപിള്ളേരും ഇല്ലേ, എന്നിട്ട് ഈ നമ്മുടെ നാട്ടുകാർക്ക് ആർക്കെങ്കിലും സിക്ക് ലീവ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ഈ കുറച്ച് നാൾ മുന്നേ ഇവിടുത്തെ MOH നിന്ന്, അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ വന്നിട്ടുണ്ട്, ഇതുപോലെ ഡിസ്മെനോറിയ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സിക്ക് ലീവ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തരാൻ പറ്റത്തില്ല എന്ന് ഈ കൊച്ചിനോട് പറയുകയും 22 വയസ്സേ ഉള്ളതെന്ന് ഓർത്താണ് ഈ കൊച്ച് കഥ അങ്ങോട്ട് വലിച്ചടച്ചേച്ച് പട്ടേ എന്ന് പറഞ്ഞ് നടന്നിട്ട് അങ്ങ് പോയി. അപ്പം ഞാനും ഡോക്ടറും കൂടി ഇങ്ങനെ നോക്കിയിരിക്കുമല്ലേ, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരോട് മര്യാദയുടെ ഭാഷയിലല്ലേ പറയാനും പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മുടെ നാട്ടിൽ പിള്ളേർ തളർന്ന് വീണ് പോകുന്ന പിള്ളേരുണ്ട്, എന്നിട്ട് നമ്മുടെ പിള്ളേർ ജോലിക്ക് പോകുന്നുണ്ടല്ലേ. പിന്നെ എന്താ, ഞാൻ ലൈഫ് ലൈനിൽ അടൂർ ജോലി ചെയ്യുന്നൊരു സമയത്ത് ഇതുപോലെ അന്ന് ഭയങ്കര തിരക്കാണ് ഒരു സമയം, ഒരു വൈറൽ ഫീവറൊക്കെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു പിള്ളേർക്കെല്ലാം. അപ്പം അങ്ങനെ ഒരു സൈഡിൽ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ആൾക്കാർ, ഒരു സൈഡിൽ ഗൈനക്കിൻ്റേത്, ഇതെല്ലാം പോരാഞ്ഞിട്ട് നമുക്ക് അത്രയും പേഷ്യൻസ് കൂടിയപ്പോഴത്തേക്കിന് കോൺഫറൻസ് ഹാൾ ഓപ്പൺ ചെയ്ത് കോൺഫറൻസ് ഹാളിനകത്തും കൂടെ ആൾക്കാരെ കയറ്റി. അപ്പോൾ അങ്ങനെ തിരക്കുള്ളൊരു സമയമാണ്, നമുക്ക് നിൽക്കാനും ഇരിക്കാനും നേരമില്ല. അങ്ങനെ എനിക്കിപ്പോൾ ഈ പീരീഡ്സിൻ്റെ സമയമാണ്, അവസാനം ഇരിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ എനിക്കറിയാം ഓവർഫ്ലോ ആവുന്നുണ്ടെന്നറിയാം, പക്ഷേ നമുക്ക് ഹാൻഡ് ഓവർ കൊടുക്കാൻ സമയം അവർക്ക് കൊടുക്കണ്ടേ. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊക്കെ ജോലി ചെയ്തില്ലേ. അപ്പം പീരീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനിപ്പം പ്രത്യേകിച്ചിട്ട് എന്താ പറയാൻ, അതിന് സിക്ക് ലീവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ.